തിരുമേനി, ഉപാസന ഇതിലെങ്ങനെയാണ് മന്ത്രങ്ങൾക്ക് ശക്തി പകരാൻ കഴിയുന്നത്? ഈ മന്ത്രസിദ്ധി എങ്ങനെയാണ് നേടുന്നത്? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ഉപാസന നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴും രണ്ട് തരത്തിലാണ് ഉപാസന ചെയ്യേണ്ടത്. ഒന്ന്, ഭാഗ്യദേവത ഉണ്ടാവും. ഓരോ നക്ഷത്രക്കാർക്ക് ഭാഗ്യദേവത ഉണ്ടാവും, ഭാഗ്യ അക്ഷരമുണ്ടാവും. ഈ ഇഷ്ടദേവതകളും ഇപ്പോൾ നമ്മൾ ജ്യോതിഷത്തിലൂടെ തെളിയുന്ന ദേവതകളും വ്യത്യസ്തമാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഉപാസനാ ക്രമങ്ങൾ വരുന്നത്? സ്തോത്രവും മന്ത്രവും രണ്ടും രണ്ടാണ്. സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നതാണ്. സ്തുതി എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. ഇതെല്ലാം ജ്യോതിഷത്തിലൂടെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? ജ്യോതിഷത്തിൽ നമുക്ക് ഈ മന്ത്രസ്ഥാനം ധ്യാനിക്കുന്നത് കൊണ്ട് ആ ദേവത ഒരു ഉപാസനാക്രമത്തിൽ നമുക്ക് വന്നുകൊള്ളുന്നില്ല. ഉപാസനയിൽ എന്തെങ്കിലും രഹസ്യക്രിയകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബാക്ക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗുരുവായൂർ മുൻ മേൽശാന്തിയായിട്ടുള്ള ഏഴിക്കോട് സതീശൻ നമ്പൂതിരിയാണ്. നമസ്തേ തിരുവേനി. നമസ്തേ തിരുവേനി, ഉപാസന ഇന്ന് ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് ഉപാസന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങും ഒരു ഉപാസകനാണ്. അപ്പോൾ എന്താണ് ഈ ഉപാസന എന്നുള്ള സംശയം ഇന്നും പലർക്കുമുണ്ട്. ഇതിലേക്ക് വരാൻ നിൽക്കുന്ന ആളുകൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അവർ ചെയ്യുന്നത് തന്നെയാണോ യഥാർത്ഥ ഉപാസന എന്നുള്ള സംശയങ്ങളുണ്ട്. ഇതിലെങ്ങനെയാണ് മന്ത്രങ്ങൾക്ക് ശക്തി പകരാൻ കഴിയുന്നത്? ഈ മന്ത്രസിദ്ധി എങ്ങനെയാണ് നേടുന്നത്? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? ഉപാസന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപവസിക്കുക എന്നാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഏത് ദേവതയാണോ നമ്മൾ ഉപാസിക്കുന്നത് ആ ദേവത നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപാസന ചെയ്യുന്നത്. ആ ദേവതയുടെ ശക്തി നമ്മളിലേക്ക് ആവാഹിച്ച് നമ്മൾ ആ ദേവതയായിട്ട് നിലനിൽക്കുക. ആ ദേവതയുടെ ശക്തി മുഴുവൻ നമുക്കുണ്ടാവും. ഇതിനു വേണ്ടിയാണ് ഉപാസന ചെയ്യുന്നത്. അത് ഏത് ദേവതയെ വേണമെങ്കിലും ഉപാസിക്കാം. ക്ഷിപ്ര പ്രസാദിയായിട്ടുള്ള ദേവതകളുണ്ട്. അവരായാൽ കുറച്ച് വേഗം നമുക്കതിന് ഫലങ്ങൾ വരും. അല്ലാത്ത ദേവതകളുണ്ട്, അത് കുറച്ച് താമസം ഉണ്ടാക്കും. പക്ഷേ ഉപാസന നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴും രണ്ട് തരത്തിലാണ് ഉപാസന ചെയ്യേണ്ടത്. ഒന്ന്, ജ്യോതിഷപരമായിട്ട് നമുക്കൊക്കെ ഒരു ഉപാസനാ ദേവതകൾ ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് ആ ദേവതയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. നമ്മുടെ 5-ാം ഭാവവും 9-ാം ഭാവവും ഒക്കെ കൂടി ചെക്ക് ചെയ്ത് അതിൽ ഏത് മൂർത്തിയാണ് നമുക്ക് ഉപാസനയ്ക്ക് യോഗ്യമായിട്ടുള്ളത് പരിശോധിച്ച് അതിലൂടെ മുന്നോട്ട് പോയാൽ അത് പെട്ടെന്ന് ശക്തി ഉണ്ടാക്കും. ഇപ്പോൾ ഭാഗ്യദേവത ഉണ്ടാവും. ഓരോ നക്ഷത്രക്കാർക്ക് ഭാഗ്യദേവത ഉണ്ടാവും, ഭാഗ്യ അക്ഷരമുണ്ടാവും, ഭാഗ്യ നക്ഷത്രമുണ്ടാവും. ഇതൊക്കെ പെട്ടെന്ന് ആ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഈ ഏത് ദേവതയാണോ സ്വാധീനിക്കാൻ കഴിയുന്നത് അതിൽ ശ്രമിക്കുന്നതാണ് ഫലം കിട്ടാൻ കൂടുതൽ നല്ലത്. അത് ജ്യോതിഷ വഴിയിലൂടെയാണോ കണ്ടെത്താൻ? അത് ജ്യോതിഷത്തിലൂടെ കണ്ടെത്തണം. ജ്യോതിഷത്തിലൂടെ കണ്ടെത്താൻ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ഗുരുനാഥൻ ഉപദേശിക്കാം. ഗുരുനാഥന് ഈ ശിഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള കഴിവുകളും മനസ്സിലാക്കി എന്ത് ചെയ്താൽ നേരെയാവും, ഏതെല്ലാം തലത്തിൽ ഇയാൾ ഉപാസനയിൽ എത്തിച്ചേരും, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള മനസ്സുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ച് അതിന് പാകത്തിലുള്ള ലളിതമായതോ ഗുരുത്വമുള്ളതോ ആയിട്ടുള്ള മന്ത്രങ്ങൾ ഗുരുനാഥന് ഉപദേശിക്കും. അത് ഉപാസന ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു സംശയമാണ്, ഇപ്പോൾ നമുക്ക് ഇഷ്ടദേവതകളുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ ഇഷ്ടപ്പെട്ടു വരുന്ന ദേവതകളുണ്ട്. ഈ ഇഷ്ടദേവതകളും ഇപ്പോൾ നമ്മൾ ജ്യോതിഷത്തിലൂടെ തെളിയുന്ന ദേവതകളും വ്യത്യസ്തമാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഉപാസനാ ക്രമങ്ങൾ വരുന്നത്? ഇഷ്ടദേവതയെ നമ്മൾ എപ്പോൾ വേണമെങ്കിൽ ഉപാസിക്കാം. അതിനാരോടും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ഒരു ദിവസം നിത്യ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടുള്ളത് വേണ്ടത് ഭരദേവതയെ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഏത് ഗ്രാമത്തിലാണോ താമസിക്കുന്നത് ആ ഗ്രാമത്തിലെ ദേവതയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ആ ദേശത്തിന് മൊത്തമായിട്ടൊരു ദേവത ഉണ്ടാവും, ആ ദേവതയെ പ്രാർത്ഥിക്കണം. പിന്നെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഭരദേവത, ഗ്രാമദേവത, ദേശദേവത, ഇഷ്ടദേവത, അങ്ങനെയാണ് ഒരാളുടെ സാധാരണ നിത്യമുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്ന ഒരു രീതി. പക്ഷെ ഇതെല്ലാം ഒരാൾക്ക് ഉപാസിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഉപാസന വേണ്ട, പ്രാർത്ഥിക്കാനാണ്. ഇത് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവരെയൊക്കെ നിത്യം പ്രാർത്ഥിക്കുമ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും. നമുക്കൊരു ഈശ്വരാധീനം ഉണ്ടാവാനും ഒക്കെ അത് ഗുണം ചെയ്യും. അതിൽ നിന്നുമെല്ലാം എങ്ങനെയാണ് നമ്മുടെ ഉപാസനാ ദേവതയെ നമ്മൾ കണ്ടെത്തുന്നത്? ഉപാസനാ ദേവതയെ കണ്ടെത്തുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഇതിനെപ്പറ്റിയൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത എന്നാൽ ഭക്തിയുള്ളൊരു വ്യക്തിക്ക്
ചിലരെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാര്യം നടക്കും. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആ കാര്യം നടന്നു എന്ന് വരും. അല്ലെങ്കിൽ ചോറ്റാനിക്കരമേ പ്രാർത്ഥിച്ചാൽ ഉടനെ ആ കാര്യം നടന്നു. അങ്ങനെ ഓരോരുത്തർക്കും ചിലർക്ക് മുരുകനെ പ്രാർത്ഥിക്കുമ്പോഴാവും കാര്യങ്ങൾ നടക്കുക. ഓരോരുത്തർക്കും ഓരോ പെട്ടെന്ന് ഫലം വരുന്ന തോന്നുന്നത് ഇതിനെ അവർക്ക് വേണമെങ്കിൽ ഉപാസന മൂർത്തിയായിട്ട് കണ്ടെത്താം. കാരണം അത് ഫലം തരുന്നുള്ളത് നമ്മൾ തെളിയിച്ചതാണ്. നമ്മൾ ദൈനംദിന പ്രവൃത്തി കൊണ്ട് നമ്മൾ തെളിയിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ ജ്യോതിഷം കൊണ്ട് നമ്മൾ കണ്ടെത്തണം. ജ്യോതിഷത്തിലൂടെ കണ്ടെത്തിയിട്ട് ഏത് ദേവതയാണോ എന്ന് കണ്ടെത്തി. ഇനി ദേവതയെ കണ്ടെത്തിയാൽ മാത്രം പോരാ, ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ശക്തിയുണ്ട്. ആ ശക്തി അനുസരിച്ച് ഏത് മന്ത്രമാണ് നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കണം. അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ആ ഇമ്മ്യൂണിറ്റി പോലെ നമുക്ക് നമ്മുടെ തലച്ചോറിനും ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ തലച്ചോറിൽ വന്നാൽ ഇൻബാലൻസ് ആവും. സാധാരണ കാണാറുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഭ്രാന്തൊക്കെ ആയിട്ട് റോട്ടിൽ കൂടെയൊക്കെ നടക്കണ കാണാം. ചിലപ്പോൾ ഡബിൾ MA ഒക്കെ ആവും, പക്ഷേ മാനസിക നില തെറ്റിയിട്ടൊക്കെ നടക്കുന്നത് കാണാം. അത് അവരുടെ കപ്പാസിറ്റിയൊക്കെ കൂടുതലായിട്ടുള്ള ഇൻപുട്ട് അവർക്കുള്ളിൽ വന്നതുകൊണ്ടാണ് ഈ ഇൻബാലൻസ് വരാൻ കാരണം. ഉദാഹരണത്തിനൊരു 5 കിലോൻ്റെ ഒരു ചാക്ക് നമ്മുടെ തലയിൽ വെച്ചാൽ നമുക്കത് എടുത്തുകൊണ്ട് എവിടെ വെച്ചാൽ കൊണ്ട് വയ്ക്കാൻ പറ്റും. 50 കിലോ നമ്മുടെ തലയിൽ വെച്ചാൽ നമുക്കത് താങ്ങില്ല, കാരണം ശരീരത്തിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ തലച്ചോറിനും അങ്ങനെ തന്നെയാണ്. തലച്ചോറിനും ഒരു കപ്പാസിറ്റി, ആ വോളിയത്തിൽ കൂടുതലായിട്ടുള്ളതൊന്നും ചെല്ലാൻ പാടില്ല. പല മന്ത്രങ്ങൾക്കും പവർ ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെയുള്ള മന്ത്രങ്ങൾ ചെന്നാൽ ചിലപ്പോൾ ഇൻബാലൻസ് ആയി വരും. അപ്പോൾ നല്ല ഉപാസകർ ചിലപ്പോൾ ഭ്രാന്തി പിടിച്ച പോലെ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പാളിച്ചകളിൽ വന്ന ഒരു തകരാറാണ്. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമുക്കിഷ്ടമുള്ള മന്ത്രങ്ങളൊന്നും അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം അത് നമുക്ക് യോജിക്കുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തരണം. ഇതെല്ലാം ജ്യോതിഷത്തിലൂടെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? ജ്യോതിഷത്തിൽ നമുക്ക് ഈ മന്ത്രസ്ഥാനം, ഉപാസനാസ്ഥാനം എന്നൊക്കെ പറഞ്ഞ സ്ഥാനങ്ങളുണ്ട്. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെയും ആ ഭാവത്തിനെയും ആ ഗ്രഹനാഥൻ ആ ഭാവാധിപൻ നിൽക്കുന്ന സ്ഥാനവും ഒക്കെ നിർണ്ണയിച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി അത് കണ്ടുപിടിച്ചിട്ട് ആ ദേവത തനിക്ക് സൂട്ടാണോ എന്ന് ഒന്നുകൂടി രാശിയൊക്കെ വെച്ച് നോക്കി തീരുമാനിച്ചാൽ സ്വയം വേണമെങ്കിൽ ഒരു ഉപാസനാതലത്തിൽ. ഇത് അവരുടെ നാളുകൾ അനുസരിച്ചാണോ യഥാർത്ഥത്തിൽ? അത് നാളുകളനുസരിച്ച് ഓരോ നാളുകൾക്കും ദേവതകളുണ്ട്. പക്ഷെ അതല്ല ചെയ്യേണ്ടത്, നമ്മുടെ ജാതകപ്രകാരം നമുക്കത് പറ്റുമല്ലോ എന്നുള്ളത് നോക്കണം. നമുക്ക് സാധാരണക്കാർക്ക് ഇങ്ങനെയൊന്നും മന്ത്രങ്ങളൊന്നും ജപിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് സ്തോത്രങ്ങൾ ജപിക്കലാണ്. സ്തോത്രവും മന്ത്രവും രണ്ടാണ്. സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നതാണ്. സ്തുതി എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. നമ്മളെ സ്തുതിച്ചാൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഭഗവാനെയും സ്തുതിക്കും തോറും വലുതാവും. അപ്പോൾ കുറേ സ്തുതിക്കും തോറും കുറേ ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കും. അതാണ് ക്ഷേത്രങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു. ഇവിടെ അടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലവും ഗുരുവായൂരപ്പൻ്റെ അമ്പലവും രണ്ടും ശ്രീകൃഷ്ണന്മാരാണ്. ഗുരുവായൂരുള്ള അത്രയും ഒരു പോപ്പുലാരിറ്റി അടുത്തുള്ള അമ്പലത്തിന് കിട്ടാത്തതിന് കാരണം ഇവിടെ കുറച്ച് പേര് വന്നേ സ്തുതിക്കണുള്ളൂ. അപ്പോൾ ചെറിയ പവറേ വരുന്നുള്ളൂ. അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ പവർ കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്തുതി കൊണ്ടാണ് ഒരാൾ വലുതാവുക. നമ്മുടെ ഭൗതിക ജീവിതത്തിലും അങ്ങനെയാണ്. അയാൾ നല്ലതാണെന്നൊരു 10 പേര് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾ നല്ലതാവും, അല്ലെങ്കിൽ പോലും നല്ലതാവും. കാരണം സ്തുതിയാണ്. സ്തുതി കൊണ്ട് അയാളെ വലുതാക്കി കൊണ്ടുവരും. അങ്ങനെയാണ് ഈ പലരും വലിയ നിലയിലെത്തുന്നതൊക്കെ ഈ സ്തുതികളെ കൊണ്ടാണ് അങ്ങനെ വലുതായി കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്തുതിക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ സ്തുതിക്കാം, സ്തോത്രങ്ങൾ ചെല്ലാം. സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ദേവതയെ വലുതാക്കാം. ആ ദേവതയെ വലുതാക്കിക്കൊണ്ട് ആ ദേവതയെ നമ്മളും അതുപോലെ അതിനൊത്ത് ഉയർന്നു വരും. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അങ്ങ് തന്നെ നമുക്കറിയാം ഗുരുവായൂരമ്പലത്തിലെ മുൻ മേൽശാന്തിയാണ്. സ്വാഭാവികമായിട്ടും ഗുരുവായൂരപ്പനോടൊരു പ്രത്യേക ഇഷ്ടവും ഭക്തിയും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ അങ്ങയുടെ സാധനാക്രമത്തിൽ യഥാർത്ഥത്തിൽ വിഷ്ണു സങ്കല്പത്തിലുള്ള സാധനയാണോ ഉപാസനയാണോ ഉള്ളത്, അതോ മറ്റേതെങ്കിലും സങ്കല്പത്തിലുള്ള? അത് നമുക്കങ്ങനെ പറയാൻ പാടില്ലാത്തൊരു രഹസ്യമായ ഒരു കാര്യമാണ്, വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതങ്ങനെ പറയുന്നില്ല. പക്ഷേ ഗുരുവായൂരപ്പനും എൻ്റെ ഭരദേവതയായിട്ടുള്ള തിരുമാന്താംകുന്നിലമ്മ, ഇവർ രണ്ടുപേരും എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. അവരെ കൊണ്ട് നടന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കണത്. ഉപാസന എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യമാണ്. വിവരാണെങ്കിൽ തന്നെ അത് നമുക്ക്
പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ മന്ത്രസിദ്ധി, ഇപ്പോൾ ഒരാൾക്ക് മന്ത്രസിദ്ധി ലഭിച്ചോ ഇല്ലയോ എന്ന് അയാൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇതിനിപ്പോൾ മന്ത്രസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. സാധാരണ അക്ഷരലക്ഷം മന്ത്രം ജപിച്ചാൽ അതിനൊരു സിദ്ധി വരും എന്നാണ് പറയുക. ഏത് മന്ത്രമാണോ ഏത് മൂലമന്ത്രമാണോ നമ്മൾ ഉപാസിക്കുന്നത്, ആ മന്ത്രത്തിൻ്റെ എത്ര അക്ഷരമാണോ അത്രയും അക്ഷരം പ്രാവശ്യം ജപിച്ചാൽ, ഇപ്പോൾ നമശിവായ എന്നുള്ളത് പഞ്ചാക്ഷരമാണ്, 5 അക്ഷരമാണുള്ളത്. 5 ലക്ഷം ജപിക്കുമ്പോൾ നമശിവായ എന്ന മന്ത്രത്തിൻ്റെ ഒരു പവർ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടാം. അതുകൊണ്ട് നമ്മളങ്ങനെ പൂർണ്ണമായൊരു മന്ത്രസിദ്ധി വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിന് പുരസ്കരണ ക്രമങ്ങളുണ്ട്. പിന്നെ വെറുതെ മന്ത്രം ജപിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ പൂജകൾ, ഉപാസന വരുമ്പോൾ അതിൻ്റെ ധ്യാനം, അതിൻ്റെ ഹോമങ്ങൾ, മറ്റേ ബലികൾ, അങ്ങനെ ഓരോ മന്ത്രത്തിനും ഓരോ തരത്തിലുള്ള ഉപാസനാക്രമങ്ങളുണ്ട്. ഇതിനാണ് ഗുരുനാഥൻ്റെ ആവശ്യമല്ല, എങ്ങനെ ഇത് കൊണ്ടു നടത്തണം എന്നുള്ളത്. നമ്മൾ ഒരിടത്തിരുന്ന് ധ്യാനിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഉപാസന എന്ന് പറയുന്നത്. ധ്യാനിക്കുന്നത് മാത്രമല്ല ഉപാസന എന്നത്. ധ്യാനിക്കുന്നത് കൊണ്ട് ആ ദേവത ഒരു ഉപാസനാക്രമത്തിൽ നമുക്ക് വന്നുകൊള്ളുന്നില്ല. ഉപാസനയിൽ എന്തെങ്കിലും രഹസ്യക്രിയകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നുവെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പൂജകളോ അല്ലെങ്കിൽ രഹസ്യവിധാനത്തിലുള്ള അങ്ങനെയില്ല. ഉപാസന എന്ന് പറയുന്നത് നമ്മളെ ഒരു മൂർത്തി ആദ്യം തിരഞ്ഞെടുക്കുന്നു. ആ മൂർത്തിയുടെ മൂലമന്ത്രമാണെങ്കിൽ മൂലമന്ത്രം അക്ഷരലക്ഷം ജപിക്കുന്നു, അതിന് ശക്തി ഉണ്ടാക്കുന്നു. മൂലമന്ത്രം കൊണ്ടല്ലാതെയാണ് ഉപാസിക്കണമെങ്കിൽ തുടർന്ന് ഉപാസനാമന്ത്രം, ആദ്യം മൂലമന്ത്രത്തിൻ്റെ ഒരു സിദ്ധി വരുത്തി പിന്നെ ഉപാസനാമന്ത്രം എന്താണോ അത് തിരഞ്ഞെടുക്കുന്നു, അത് ജപിച്ച് സ്വാധീനം വരുത്തുന്നു. അത് സ്വാധീനം വരുത്തുമ്പോൾ അതിനൊരു സിദ്ധി വരുമ്പോൾ തന്നെ പല സമയത്ത് നമ്മളത് ജപിക്കുമ്പോൾ പല കാര്യങ്ങളും സാധിക്കുന്നതോ ഒക്കെ അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടും. അങ്ങനെ സാധാരണ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല, ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യും. നമ്മളെ കഴിവുകളെ മറ്റുള്ളവർ കാണും. അതാണ് ഉപാസനയുടെ ഒരു പ്രത്യേകത. നമ്മളത്ര അറിഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷെ മറ്റുള്ളവർ അറിയും. ആനയുടെ ബലം ആനയ്ക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരെല്ലാവരും ആനയെ അങ്ങനെ കണ്ട് വളരെ സന്തോഷിക്കണം, അതിൻ്റെ ശക്തി മനസ്സിലാക്കണം. പക്ഷെ ആനയ്ക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവില്ല. അതുപോലെ ഈ ഉപാസനയുടെ ഒരു വലിയ തലത്തിലെത്തിക്കഴിഞ്ഞാൽ വ്യക്തി അത് മനസ്സിലാക്കില്ല, മറ്റ് സമൂഹം മുഴുവനും മനസ്സിലാക്കും.